ആദ്യകാലങ്ങളിൽ അഭിനയമായിരുന്നു സ്വപ്നം. അങ്ങനെ കുറച്ചു കാലം പോയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് പറ്റിയ പണിയല്ലാതെ മനസ്സിലായി. സാർ ഞാനിത് 6 മാസം വേലായുധ പണിക്കരാക്കും എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 3 മാസം കഴിഞ്ഞപ്പോൾ സിജു വന്ന് അല്ലേ ഒരു ഷോ കാണിച്ചു ഭയങ്കര. അപ്പം അതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ക്യാരക്ടറിന് വേണ്ടി സിജു മാറിയത്. സൂപ്പർ സ്റ്റാറുകൾ മാത്രം ചെയ്ത് അത്തരം ഫിഗേഴ്സ് അത് ചെയ്ത് കണ്ടിട്ടുള്ള നമ്മളെ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ വെച്ചിട്ട് അത് ചെയ്തിട്ടത് കയ്യടി മേടിച്ചു എന്നുള്ളിടത്താണ് സിജുവിൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിജുവിൻ്റെ ഒരു കഴിവ്. സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് എപ്പോൾ സ്റ്റേജിൽ കയറി എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത്, അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊരു വിനീതമായ അപേക്ഷ, പഴയ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ചെറിയ വാടകയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഷൂട്ട് ചെയ്യരുത്. എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് പറയാൻ പറ്റില്ല. അവസാനം നായക നടനും ക്യാമറാമാനും അസോസിയേഷനും എല്ലാം അടിയിലാവും. സാധാരണ എല്ലാവരും സിജുവൽസും കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ആലോചിക്കും, സാറ്റലൈറ്റ് വാല്യൂ, മറ്റേ വാല്യൂ, OTT റൈറ്റ്സ്, മറ്റേത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള നമ്മുടെ ഇവന്റിനെ കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടും തികഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ ഞാൻ ആദ്യമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എ സിനിമാറ്റിക് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉടമ മിസ്റ്റർ സാന്റോ തോമസിനെയാണ്. സോ ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ കൈയടിയോടും കൂടെ തന്നെ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വന്ന എല്ലാവരെയും ആദ്യമേ നന്ദി പറയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള വരീൻ സാർ, നമ്മുടെ ആർട്ടിസ്റ്റുകൾ സിജു, തൃഷ, ബാക്കിയുള്ള എല്ലാവരും. ഇത് എനിക്ക് സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അധികം സംസാരിച്ച് പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാവരും ക്ഷമിക്കാം. നമ്മളിങ്ങനെ ഒരു പരിപാടി ആദ്യം സെറ്റ് ചെയ്തപ്പോൾ ആദ്യം വന്നൊരു ചോദ്യം നമ്മുടെ പ്രൊഡക്ഷൻ നമ്പർ 3 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണ് നല്ലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു നമുക്ക്. നമ്മളാദ്യം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മസ്കറ്റിലാണ്. നമ്മൾക്ക് കുറച്ച് കൊളീഗ്സും ഫ്രണ്ട്സൊക്കെ അവിടെ സിനിമയുടെ ഭയങ്കര പാഷനായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് നമ്മൾ മസ്കറ്റിലുള്ള ആർട്ടിസ്റ്റുകൾക്ക്, അവിടുത്തെ കലാകാരന്മാർക്ക് വേണ്ടി നമ്മളൊരു ചെറിയ സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ടാണ്, അതിൻ്റെ പ്രോഗ്രസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഡയറക്ടർ നമ്മുടെ ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മുടെ കൂടെ. അപ്പോൾ അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ 1. പിന്നെ എൻ്റെ ഒരു പാർട്ണർ വണ്ടർ മൂഡ്സ് എന്നുണ്ട്, ആളുടെ പേര് അങ്കിത് ത്രിവേദി. ആള് UP ബേസ്ഡ് ആണ്. ആള് നമ്മുടെ കൂടെ മസ്കറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആളും ഇതുപോലെ ഭയങ്കര പാഷനായിട്ടുള്ള ആളാണ്. ആള് സിനിമ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് 2016 ബോംബെയിൽ മ്യൂസിക് വീഡിയോ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ആളും നമ്മുടെ ഒപ്പം വന്ന് ചേർന്ന് നമ്മൾ ഹിന്ദിയിൽ ഒരു പടം ചെയ്തിട്ടുണ്ട്, തമാശ ടോലി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പം അതിന് OTT റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. വിത്തിൻ 2 months അതിൻ്റെ റിലീസ് എന്തായാലും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മലയാളത്തിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ആദ്യത്തെ പടമാണ് നമ്മളിന്നിപ്പോൾ. എൻ്റെ ടൈറ്റിൽ ലോഞ്ചും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ലാസ്റ്റ് 1 വർഷം മുന്നേ നമ്മൾക്ക് സൂരജ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്ത സ്റ്റെപ്പ് 2 ഫിലിംസിൻ്റെ വിശേഷത്തിലും അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. അത് ഞങ്ങൾ മസ്കറ്റ് മൂവി മേക്കേഴ്സുമായിട്ട് ഞങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രൊഡക്ഷൻ കമ്പനിയും അതിൽ ഭാഗമാകാൻ പറ്റി. അങ്ങനെ നല്ല വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ വർഷം പറ്റിയിരുന്നു. ഞങ്ങളുടെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു ലേണിംഗ് സ്റ്റേജാണ് സിനിമയെ പറ്റി. ഇങ്ങനെ പഠിച്ചു വരുന്നത്. അതിൽ കുറേ നല്ല പടങ്ങൾ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പടം നമ്മളിപ്പോൾ കമ്മിറ്റ് ചെയ്തത്. അഭിലാഷ് കുറേ നാളായിട്ട് നമ്മുടെ പുറകെ ഉണ്ട്. ആള് നല്ലൊരു ടാലൻറ്റഡ് ഡയറക്ടറാണ്. അല്ലെങ്കിൽ ആള് ഈ പടത്തോടു കൂടി അതെല്ലാവരും പറയും, ആള് അത്ര ടാലൻറ്റഡ് ആണെന്നുള്ള കാര്യം. അങ്ങനെ എല്ലാ വിശ്വാസത്തോടും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും വന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുക, ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, അങ്ങനെ എല്ലാ സപ്പോർട്ടും വേണം. താങ്ക് യു. ഒരു സ്റ്റേജ് ഫിയറുള്ള ഒരാളാണ് ഇത്രയും മനോഹരമായിട്ട് സംസാരിച്ചത് എന്നുള്ളതിന് ഒരു സ്പെഷ്യൽ കയ്യടി കൊടുക്കാൻ കേട്ടോ. ഭയങ്കര രസമായിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു പറയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. Ooh.
പ്രൊഡക്ഷൻ നമ്പർ 3യുടെ ടൈറ്റിൽ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിക്കാൻ ഒരു പക്ഷേ ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ അഭിലാഷേട്ടൻ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ ഒരുപാട് ആരാധിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ മലയാള സിനിമയ്ക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി, അതും ആ നൽകിയ പരീക്ഷണങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റാക്കി മാറ്റാൻ ഒരു പ്രത്യേക കഴിവും പ്രത്യേക ഒരു എനർജിയും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇവിടെ അദ്ദേഹത്തിൻ്റെ സിനിമ അതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ലോഞ്ചിങ് നടത്തുന്നു എന്നത് അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആൻഡ് യെസ് എവ്രി വൺ, മലയാള നാടക രംഗത്തിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന് പ്രേക്ഷകർക്ക് പരീക്ഷണങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും നിരവധി സിനിമ അനുഭവങ്ങൾ സമ്മാനിച്ച് നിരവധി പുതുമുഖങ്ങളെ മലയാള സിനിമയ്ക്ക് നൽകി പുതിയ റിസ്കുകൾ മലയാള സിനിമയിൽ എടുക്കുവാൻ സാധിച്ച ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ചിത്രങ്ങൾ നമ്മുടെ മലയാള സിനിമാ രംഗത്തും സിനിമ ആസ്വാദകർക്കും സമ്മാനിച്ച നമ്മുടെ എല്ലാവരുടെയും അന്നും ഇന്നും എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം വിനയൻ സർ. സോ നമസ്കാരം. അപ്പൊ നമുക്ക് ആദ്യം ലോഞ്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം അല്ലേ? സോ പ്ലീസ്. സോ പ്രൊഡക്ഷൻ നമ്പർ 3യുടെ ടൈറ്റിൽ അനൗൺസ്മെന്റിലേക്ക് കടക്കുകയാണ്. സോ ഹിയർ വി ഗോ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമാറ്റിക് പ്രൊഡക്ഷൻസിൻ്റെ ഈ വെഞ്ചറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഡോസ് നല്ലൊരു ഡോസായിട്ട് തന്നെ മലയാള സിനിമയ്ക്ക് കൊടുക്കട്ടെ. ഇതെനിക്ക് തോന്നുന്നത് കേട്ടിട്ട്, പേര് കേട്ടിട്ട് ഇതൊരു മെഡിക്കൽ ത്രില്ലറാണെന്ന് തോന്നുന്നു. അഭിലാഷിൻ്റെ ഒരു എന്താ പറയുക, ഒരു പരീക്ഷണ ചിത്രമാണിതെന്ന് തോന്നുന്നു. അഭിലാഷിന് എല്ലാ വിജയങ്ങളും നേരുന്നു. നിർമ്മാതാക്കൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും നല്ല സിനിമകളെ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സമയമാണിത്. ആരഭിനയിക്കുന്നെന്നോ ആര് ഡയറക്റ്റ് ചെയ്യുന്നെന്നോ ഒന്നുമല്ല, നല്ല പ്രോഡക്റ്റ് ഓഡിയൻസിന് കിട്ടിയാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥ ഇന്നുണ്ട്, പണ്ടത്തെ പോലല്ല. അപ്പോൾ അതിനൊരു ചേഞ്ചായിട്ട് തന്നെ ഡോസ് വളരെ ഡിഫറെൻ്റായിട്ട് വരട്ടെ. ഇതിൻ്റെ എല്ലാ ക്രൂവിനും ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. പിന്നെ ഒരു അടിപൊളി സ്റ്റണ്ട് മാഷ് കേട്ടിരിക്കുന്നല്ലേ, കല. എൻ്റെ കഴിഞ്ഞ പടത്തിലെ കല ഫുള്ള് വർക്ക് ചെയ്താണ്. അവസാനം അഭിനയിക്കാൻ ആളില്ല, എന്നിട്ട് അഭിനയിച്ചു സ്റ്റണ്ട് മാനായിട്ട് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രൂവിന് ഞാൻ നന്ദിയും സ്നേഹവും ആശംസയും അർപ്പിക്കുകയാണ്. ഗോപി സുന്ദറിനെ പോലുള്ളൊരു അടിപൊളി മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഹീറോയാണ് എൻ്റെ സിജു വിൽസനാണ് എൻ്റെ ഹീറോ. അതിനുള്ള ഒരു സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, എൻ്റെ കഴിഞ്ഞ ചിത്രം 2022 ഓണത്തിന് ഇറങ്ങിയ 19-ാം നൂറ്റാണ്ട് ഞാൻ ഒത്തിരി പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി നടത്താനായിട്ട് അന്ന് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം, എനിക്ക് തോന്നുന്നു, ഞാനത് പറയുമ്പോൾ സിജു പോലും ബോധം കെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷർട്ടൂര്യനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു.
അപ്പോൾ ഒരു വളരെ സ്ലിമ്മായൊരു ബോഡിയായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാനിത് 6 മാസം വേലായുധ പണിക്കരാക്കും എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 3 മാസം കഴിഞ്ഞപ്പോൾ സിജു വന്ന് അല്ലേ ഒരു ഷോ കാണിച്ചു, ഭയങ്കര. അപ്പോൾ അതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ക്യാരക്ടറിന് വേണ്ടി സിജു മാറിയത്. പിന്നെ കുതിരപ്പുറത്തൊക്കെ നിങ്ങൾക്ക് കണ്ടു കാണുന്നു, ചാടി വന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ഓടിക്കയറുക, അല്ല ഞെട്ടിച്ചു കളഞ്ഞു നമ്മളെയൊക്കെ. അപ്പം അത് മാത്രമല്ലല്ലോ, അതിനകത്ത് ആക്ഷനും ഒക്കെ ചെയ്തു മാത്രമല്ല, ഒരു ചരിത്ര കഥാപാത്രത്തെ നമ്മുടെ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകൾ മാത്രം ചെയ്ത് അത്തരം ഫിഗേഴ്സ് അത് ചെയ്ത് കണ്ടിട്ടുള്ള നമ്മളെ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ വെച്ചിട്ട് അത് ചെയ്തിട്ടത് കയ്യടി മേടിച്ചു എന്നുള്ളിടത്താണ് സിജുവിൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിജുവിൻ്റെ ഒരു കഴിവുകയാണ് പറയുന്നത്. അവിടെ വലിയ ചർച്ചയായി, അത് വിജയമായിരുന്നു ആ ഓണത്തിന്. പക്ഷേ സിജുവിന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് സിജു നമ്മുടെ നിന്നും കിട്ടത്തില്ല, വലിയ കയ്യിൽ നിന്നൊക്കെ പോകും, ഭയങ്കര ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാളത്തിൽ മാറും. എന്തുകൊണ്ടോ അതുണ്ടായില്ല. അതാണ് സിജു സിനിമ. അഭിനയിക്കാനും ട്രാൻസ്ഫോർമേഷൻ നടത്താനും മാത്രമല്ല, സിനിമയിൽ അതിൻ്റെ ഒരു സെൽഫ് മാർക്കറ്റിങ്ങും അവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിജു അതുപോലൊരു വലിയ സംഭവം ചെയ്തിട്ടും സിജുവിനെ ഒരു എന്താ പറയുക, ആ ചെയ്ത എഫർട്ടിന് അനുസരിച്ചുള്ള ഒരു വാക്കുകളോ ന്യൂസുകളോ ഒന്നും വന്നില്ല. എനിക്കത് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വേണോ ഇനി അതിലും വലിയൊരു പടമായിട്ട് വരേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. വന്നിരിക്കും സിജുവിന് വേണ്ടി, അതിനുള്ള പ്ലാനുണ്ട് കേട്ടോ ഗോപി, അതിനുള്ള പ്ലാനുണ്ട്. ഒരു വലിയ ചിത്രം പ്ലാൻ ചെയ്യാൻ നമ്മൾ വരുന്നതാണ്. ഡോസ് അതിനു മുമ്പ് എൻ്റെ ആ ചിത്രത്തിന് സപ്പോർട്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വിനയൻ സാറിനോട് സ്റ്റേജിൽ തന്നെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഞാനിവിടെ സാറ് പുതിയൊരു പടത്തിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് കൂടെയാണ് അവിടെ നൽകിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ സിനിമ ആസ്വാദകരെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇനി ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പരീക്ഷണങ്ങൾ മലയാള സിനിമയിൽ നടത്തിയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയിച്ചു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി വലിയൊരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അത് അടിപൊളിയാവട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സാറിന് വിഷ് ചെയ്യുകയും കൂടെ ചെയ്തുകൊണ്ട് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരെയും ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട്. സോ മേ ഐ റിക്വസ്റ്റ് ചേട്ടൻ, നായികമാര്, അതുപോലെ തന്നെ കലൈ സാറ്, ഗോപി ചേട്ടൻ, എല്ലാവരും, ആൻഡ് പ്രൊഡ്യൂസേഴ്സ്, കോ പ്രൊഡ്യൂസർ ആൻഡ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ഡയറക്ടർ ആൻഡ് ബോബൻ ചേട്ടാ ഒന്ന് സ്റ്റേജിലേക്ക് വരാമോ? രശ്മി ചേച്ചി വരൂ. നമ്മളുടെ എൻറ്റയർ ക്രൂ മെമ്പേഴ്സിനെയാണ് കേട്ടോ വിളിക്കണേ. ക്യാമറ ആൻഡ് എവ്രിവൺ, എല്ലാവരെയും ഓരോരുത്തരായിട്ട് പേരെടുത്ത് ഇൻവൈറ്റ് ചെയ്യുന്നില്ല. സിനിമയുടെ എല്ലാ രീതിയിലും നമ്മളുടെ ഈ ഒരു സിനിമയോട് അടുത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും, വിഷ്ണു, അനന്തു തുടങ്ങി ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സ്റ്റേജിലേക്ക് വരാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പു, സുൽത്താന, എനിക്ക് തോന്നുന്നു അഭിലാഷേന്റെ മൈക്കല്ല, അതെനിക്ക് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, എല്ലാവരും ഇത് ചേർന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക. നമ്മളുടെ വിനയൻ സാറിന്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോ സെഷൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കുറച്ചുകൂടെ അടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും ടെൻഷനുള്ളതുകൊണ്ടാണ്. ഒരു ചിരിയൊന്നും ഇല്ലല്ലോ, ഒന്ന് ചിരിച്ചൊക്കെ ഒന്ന് നിന്നാൽ നല്ലതായിരിക്കും കേട്ടോ. യെസ്, താങ്ക് യു എവരി വൺ, താങ്ക് യു വെരി മച്ച്. വീണ്ടും നിങ്ങൾക്ക് പോയിരിക്കാം കേട്ടോ, കയറുന്നു ഇരിക്കുന്നു അത് തന്നെ. എല്ലാവരും ഒന്ന് തിരിച്ചിറങ്ങി പോകാൻ. അഭിലാഷ് ഏട്ടൻ സ്റ്റേജിൽ തന്നെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ പടത്തിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. ഒരുപാട് പ്രതീക്ഷകളോടും ഒരുപാട് സ്വപ്നങ്ങളോടും ഒരു പുതിയ തലം മലയാള സിനിമയ്ക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് അഭിലാഷ് ഏട്ടൻ തൻ്റെ സിനിമയിലൂടെ ശ്രമിക്കാനായിട്ട് പോകുന്നത്. സോ ഐ റിക്വസ്റ്റ് ഡയറക്ടർ അവിടെ തന്നെ നിൽക്കുക. എല്ലാവർക്കും താഴേക്ക് ഇറങ്ങിയിരിക്കാം. യെസ്, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അഭിലാഷേനെ ശരിക്കും വിനയൻ സാറിനെ അടുത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കണമെന്നായിരുന്നു ആഗ്രഹം അല്ലേ? അതിനൊരു വലിയ ആഗ്രഹമുണ്ട്. സാറിന് നിൽക്കാവോ? സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിൽക്കാവോ? ഇദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹമാണത്. ആ കണ്ണുകളിൽ കാണാൻ സാധിക്കേണ്ട അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പം നമ്മുടെ ഈ പടത്തിന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. സോ അഭിലാഷ് കരയുവാണോ? അയ്യോ, എനിക്ക് തോന്നുന്നു അഭിലാഷേട്ടൻ സ്റ്റേജിൽ നിന്ന് കരയാണ് കേട്ടോ. എനിക്ക് അയ്യോ, അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ്. സോ എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനായിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ സാറ് അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ വീട്ടുപടിക്കൽ ഒരു
3-4 തവണ പല കാലയളവിൽ ഞാൻ ചെന്നിട്ടുണ്ട്. ആദ്യകാലത്ത് അഭിനയിക്കാനും പിന്നീട് സംവിധാന അസിസ്റ്റന്റ് ആവാനായിട്ടും. അങ്ങനെ സാറ് ഒരു ടൈം ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചാനലിലുള്ള സമയത്ത് സാറിന് ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കാനുള്ള ഭാഗ്യം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു നിമിഷത്തിൽ സാർ ഇവിടെ എത്തിയത് എന്താ പറയണ്ടേ, ദൈവാനുഗ്രഹവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. താങ്ക് യു സർ. ഇനിയിപ്പോ എന്താ പറയാ, ഈ സിനിമ എന്ന സ്വപ്നം തേടിയുള്ള യാത്ര, ആദ്യകാലങ്ങളിൽ അഭിനയമായിരുന്നു സ്വപ്നം. അങ്ങനെ കുറച്ചു കാലം പോയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് പറ്റിയ പണിയല്ലാതെ മനസ്സിലായി. അതിനുശേഷം ഒരു 10 വർഷം മുമ്പാണ് എന്താണ് ചെയ്യേണ്ടത്, സിനിമയെ സ്നേഹമാണ്, സിനിമയിൽ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് കഴിയുക എന്നുള്ള ഒരു ബോധമൊക്കെ ഉണ്ടായത് ഒരു 10 വർഷം മുമ്പാണ്. ആദ്യം സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി, പിന്നീട് ഷോർട്ട് മൂവീസ് പരിപാടികൾ, അങ്ങനെ എന്താ പറയാ, ഈ ഒരു ചിത്രത്തിലേക്ക് എത്തുന്നത് ഇപ്പൊ ഇതിന്റെ DOP ആയിട്ടുള്ള വിഷ്ണു പ്രസാദ്, വിഷ്ണുവും ഞാനും അനന്തും ഒക്കെ ചേർന്നിട്ടൊരു സോങ് ചെയ്തിരുന്നു, ദൂരെ എന്ന് പറഞ്ഞ്. ഒരു 2-3-4 വർഷമായെന്ന് തോന്നുന്നു. അപ്പൊ ആ സോങ്ങിന് ശേഷം അടുത്ത ചിത്രം ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചനകൾ ഉണ്ടായി വിഷ്ണു ഞാനും കൂടി പല സ്ഥലങ്ങളിൽ വലഞ്ഞു. ആ സമയത്ത് ഞങ്ങളുടെ കോമൺ സുഹൃത്തായിട്ടുള്ള ജിതേഷ് മോനാണ് നമ്മുടെ ഷാൻഡോ ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ കഴിഞ്ഞ 1 വർഷമായിട്ട് കഥ പറഞ്ഞു, വീണ്ടും പറയുന്നു, അങ്ങനെ പല ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ അവസാനം ഈ എന്താ പറയാ, ഈ ഒരു സ്വപ്നത്തിലേക്ക്, ഡോസ് എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു ത്രില്ലറാണ്, ഒരു മെഡിക്കൽ ത്രില്ലറാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അളവ് എന്നതിൻ്റെ സ്ഥാനം ജീവിതത്തിലെ എല്ലാ മേഖലയിലും, ജീവിതത്തിലെ എല്ലാ വൈകാരിക ഘട്ടങ്ങളിലായ എല്ലാ ഘട്ടങ്ങളിലും അളവിന് ഭയങ്കര സ്ഥാനമാണ്. അതാണ് ഡോസ്. അത് നമ്മൾ മരുന്നിന്റെ രീതിയിൽ, മെഡിക്കൽ രീതിയിൽ നമ്മൾ ഡോസ് എന്ന് തന്നെ പറയും. അപ്പോ ബാക്കിയൊക്കെ എന്തായാലും ഞങ്ങളുടെ ശ്രമങ്ങളൊക്കെ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഒരു നല്ല സിനിമയായി ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും എന്ന് ചിന്തിക്കുന്നു. അപ്പോ ഈ ഷാൻഡോ ചേട്ടനെ കുറിച്ച്, നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻഡോ ചേട്ടൻ, കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ പാർട്ണർ അങ്കിത് ത്രിവേദി, പിന്നെ നമ്മുടെ ജോ ചേട്ടൻ വന്നിട്ടുണ്ട്, കുര്യൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഏറ്റവും ഇതായിട്ട് പറയുകയാണെങ്കിൽ വിനയൻ സാറിന്റെ ഒപ്പം ഈ ഒരു എന്താ പറയുക, ഈ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് അഭിലാഷ് ഏട്ട. ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വേദിയിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അപ്പം അതിന് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും, സിനിമയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം ഏറ്റവും നല്ല രീതിയിൽ തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് കൂടെ ഈ വേദിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ, ഈ ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ, അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരുപാട് ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദ വെരി ഹാൻസം ഗോപി സുന്ദർ, അദ്ദേഹത്തെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. സോ നല്ലൊരു കൈ സമ്മാനിച്ചുകൊണ്ട് ലെറ്റ് മീ വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ്. സോ ഫ്യൂ വേർഡ്സ്. ഗോപി ചേട്ടൻ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അഭിലാഷിനെ ഞാൻ പരിചയപ്പെടുന്നത് എക്സാക്ട്ലി 5 ദിവസം മുമ്പാണ്. ഫസ്റ്റ് ഇങ്ങനെ പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, മനോജാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ അങ്ങനെ വന്നു, 2 പാട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് മിനിഞ്ഞാന്ന് ഫസ്റ്റ് സെറ്റിംഗ് കഴിഞ്ഞു, കമ്പോസിങ് കഴിഞ്ഞു, ഇന്നലെ 2ാമത്തെ പാട്ടും കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു 1 വീക്കിൽ എൻ്റെ പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയും. സോ അതിന് സന്തോഷത്തിലിരിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡോസ് എന്ന് പറഞ്ഞ മൂവി എന്താ പറയുക, ശരിക്കും എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ എൻ്റെ സബ്ജക്റ്റാണ് എന്നെ ശരിക്കും ഹോൾഡ് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് നന്നായിട്ട് പണിയെടുക്കാനുള്ള സ്ഥലമുള്ളൊരു പടമായിട്ട് തോന്നി. സോ അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തിരിക്കുന്നത്. സോ ഡോസിനും എൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, ഷിജുവിൽസിന് എല്ലാവർക്കും, വിനീൻ സാർ വന്നതിനോട് നന്ദി. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. സോ താങ്ക് യു വെരി മച്ച്. ആൻഡ് നൗ ഇന്നത്തെ ദിവസം നമ്മളുടെ ഈ ഒരു
ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റോണി ഡേവിഡ് സിയർ. സോ റോണി ചേട്ടനെയാണ് അടുത്തതായിട്ട് വേദിയിലേക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സിജുവിൻ്റെ ഒരു പരിപാടിക്ക് വരിക എന്ന് പറഞ്ഞാൽ കുടുംബത്തിലൊരു പരിപാടിക്ക് വരുന്ന പോലെയാണ്. ആദ്യമായിട്ട് പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി, വീണ്ടും ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി വരിക എന്ന് പറയുന്നത് തന്നെ വളരെ സ്വാഗതാർഹമാണ്. സിനിമാറ്റിക് പിക്ചേഴ്സ് അതുപോലെ തന്നെ മസ്കറ്റ് മൂവി മേക്കേഴ്സ്, വണ്ടർ മൂഡ്സ്, അപ്പോൾ അങ്കിത് ത്രിവേദി, അതുപോലെ തന്നെ ജോണി, ഷാൻഡോ തോമസ്, അതുപോലെ തന്നെ സമീത് അഭിലാഷ്, അതുപോലെ തന്നെ ഗോപിച്ചേട്ടൻ, പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഗുരുതുലായ വിനയൻ സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ പടത്തിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫിയുടെ അസോസിയേറ്റ് ആയിരുന്നു കലൈ മാസ്റ്റർ. പൂനെയിൽ ഒരു 8 ദിവസം ഈ രാത്രിയൊക്കെ പുള്ളി തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അന്ന് സുപ്രീം സുന്ദർ മാസ്റ്ററിന് കങ്കുവ ഉണ്ടായിരുന്നു. അപ്പോൾ കങ്കുവയുടെ ഷെഡ്യൂള് പുള്ളി അപ്പുറത്ത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ആൻഡ് ഫുൾ കലൈ മാസ്റ്ററിൻ്റെ ചെയ്തിരുന്നത്. ഇത് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിട്ട് മാറട്ടെ. പിന്നെ സാർ നേരത്തെ 19 നൂറ്റിലെ സിജുവിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ ഞങ്ങളെല്ലാം വിചാരിച്ചു. അങ്ങനെ കുതന്ത്രങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് സിജു. കഠിനാധ്വാനിയാണ്. ധ്യാനന്ദ വ്യക്തിയോട് കൂടിയതിന് ശേഷം കൂടാനുള്ള ഒരു സമയം ഞങ്ങൾക്ക് അധികം കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂവിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ പറ്റാവുന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഡോസ് എന്നുള്ള സിനിമയെ കുറിച്ച് ഞാൻ സിജു വളരെ മിതഭാഷയാണ്, കുറച്ചേ സംസാരിക്കുള്ളൂ. അപ്പൊ ഞാൻ പല രീതിയിൽ ചോദിച്ചു, ഒരു മെഡിക്കൽ ത്രില്ലർ എന്തെങ്കിലും എഴുതാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. സിജു സബ്ജക്റ്റ് എന്താണ്? ത്രില്ലറാണ്. സിജു ഹോസ്പിറ്റൽ ബേസ്ഡ് ആണോ? അല്ലല്ല, അങ്ങനെയല്ല, ഒരു ത്രില്ലറാണ്. അല്ല വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിന് ബന്ധപ്പെട്ട മറ്റേ പ്രക്രിയകളിലുള്ള വേറെ എന്തെങ്കിലും എന്താ പറയാ അഴിമതിയാണോ? അല്ലല്ല, അതൊരു മെഡിക്കൽ ത്രില്ലറാണ്. അപ്പൊ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും പുള്ളി തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊരു വിനീതമായ അപേക്ഷ, പഴയ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ചെറിയ വാടകയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഷൂട്ട് ചെയ്യരുത്. എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് പറയാൻ പറ്റില്ല. അവസാനം നായക നടനും ക്യാമറാമാനും അസോസിയേറ്റ്സും എല്ലാം അടിയിലാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പറയും സിജുബിൾസിന് അടിയിലുണ്ടെന്ന് പറയും, പിന്നെ പറയും സിജുബിൾസിന് അടിയിലില്ലെന്ന് പറയും. അപ്പോൾ അവസാനം സാറൊക്കെ വലിയ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത വർഷം നമുക്ക് വലിയൊരു പടം കിട്ടേണ്ടതാണ്. അവസാനം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്ന് കയ്യിൽ വരുമ്പോഴേക്കും സിജു വിൽസന്റെ മകൻ ഹീറോ ആയിട്ടുണ്ടാവും. അപ്പോൾ ദേവി അങ്ങനെയുള്ള പ്രക്രിയകൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വാടകയ്ക്ക് തന്നെ ബിൽഡിങ്ങുകൾ എടുക്കുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഡോസ് ഒരു സൂപ്പർ ഡോസ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു റോണി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. പക്ഷേ ഒരു സിനിമ നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ കൃത്യമായിട്ട് തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും റോൺജാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. സോ വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. എന്നാ ഇപ്പം അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ പൂനെയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളുടെ സിനിമയുടെ, ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോഴും ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, മാർക്കോ എന്നൊരൊറ്റ സിനിമ മതി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റണ്ട് സീക്വൻസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അദ്ദേഹത്തെ ഓർത്തിരിക്കാനായിട്ട്. സോ ഈ നമ്മുടെ ഈ ഡോസ് എന്ന ചിത്രത്തിൽ കുറച്ച് ഡോസ് കൂടി ഒരു ആക്ഷൻ കൊറിയോഗ്രാഫർ തന്നെ വേണം എന്നായിരുന്നു ആദ്യമേ തന്നെ സിനിമയിലുള്ള പിന്നണി പ്രവർത്തകർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു സംശയമില്ലാതെ ആദ്യം തെളിഞ്ഞു വന്ന പേര് ഇത് കലൈ കിങ്സൺ, കലൈ മാസ്റ്ററാണ്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടു കൂടി ഒരു ആക്ഷൻ കൊറിയോഗ്രാഫറൊക്കെയാണ്. അപ്പോൾ ഒരു കുറച്ച് എനർജി ആയിട്ടുള്ള ഒരു കൈഡിയൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാം കേട്ടോ. எல்லாருக்கும் வணக்கம். தமிழில் பேசுறது முதல்ல கொஞ்சம் தான் தெரியும். ஸோ சிஜு ஃபஸ்ட்டு எனக்கு 19th செஞ்சுரி பண்ணும்போது சார் பார்த்தது. ஸோ ஃபஸ்ட்டு எனக்கு வாய்ப்பு கொடுத்தது சார் தான் சொல்ல முடியும். ஏன்னா கிளைமேக்ஸ் ஃபைட் போயிட்டு இருக்குது. கிளைமேக்ஸில் பர் டேக்கு 20 lakhs மேலே அங்கே எக்யூப்மெண்ட்ஸ் போட்ஸ் எல்லாமே வச்சுட்டு இருந்தாங்க. ஸோ அந்த டைமில் மாஸ்டருக்கு தள்ளுமலா போயிட்டு இருந்தது. ஸோ தள்ளுமலாவில் 75-80 days அங்கே தேட்டர் ஃபைட்டுக்கு ரெடி ஆகிட்டாங்க. ஸோ ஆனால் இங்கே கிளைமேக்ஸ் முடியாத டைமில் எக்ஸ்ட்ரா ஒரு 2 days தேவைப்படுது. அந்த டைமில் மாஸ்டர் பல்ல கடிச்சிருந்த எப்படி சமாளிக்கிறது, எப்படி பண்ணுறதுன்னு சொல்லிட்டு யோசிச்சுட்டு இருக்கும்போது சார்கிட்ட பேசுறதுக்கு எல்லாத்துக்கும் பயம் அந்த டைமில். ஏன்னா ஷூட்டிங் ஸ்பாட்டில் அப்படி இருக்காது சார், எப்படி பேசலாம்னு சொல்லி அந்த சம்மர் ப்ரெஷரில் இருந்தார் மாஸ்டர்.
ஸோ அந்த டைமில் சரி பேசிடலாம் மாஸ்டர்னு சொல்லிட்டு மாஸ்டர் கூட நின்று மாஸ்டர் சார்ட்ட சார் இந்த மாதிரி போய் ஆகணும் நைட்டு பேசிட்டு இருக்காது மாண்டரில். ஸோ பேசிட்டு இருக்கும்போது சார் லுக்கு ஒன்று பார்த்தவர், அப்படி போயிட்டா யார் செய்யும் அப்படின்னாரு. கலை பண்ணுவான் சார் அப்படின்னாரு. கலை செய்யுமா அப்படின்னு, செய்யும் சார் அப்படின்னு, நீ போய்க்கோ அப்படின்றது மாஸ்டர். ஸோ அப்போது ஸ்டார்ட் ஆனது தான் என்னோடய ஃபஸ்ட்டு பெரிய செட்டப்போட ஹேண்டில் பண்ணுறதுக்கான. அப்போ நான் ரொம்ப சின்ன பையன். ஸோ அவ்வளோ விஷயத்தை ஹேண்டில் பண்ணுறதுக்கான வாய்ப்பு வந்து என்னை பார்த்து அப்போ ரொம்ப சின்ன பையனாக ஆகும் அப்போவே கொடுத்தாது அவ்வளோ நம்பிக்கையாக. ஸோ அதனால் ரொம்ப தேங்க்ஸ் சார். ஸோ அப்போது விளையாட்டுத்தனமாக ஸ்டார்ட் ஆன விஷயங்கள் தான் இப்போது 40 மூவி முடிஞ்சுது. ஸோ 2 இயர்ஸில் 40 மூவி நினச்சி கூட பார்க்கல. அண்டு இப்போது இதுதான் எனக்கு ஃபஸ்ட்டு ஒரு மேடையில் நின்று விலைக்கேற்றுறது எல்லாமே. இவ்வளோ படத்தில் நான் போனதில்லை. ஸோ இதுதான் ஃபஸ்ட்டு. ஸோ சிச்சுவை சொல்லணுன்னா 10ஆம் மன்றம் பண்ணும்போது ஸோ கத்தி ஃபைட் ஆகட்டும், ஹார்ஸ் ரைடிங் ஆகட்டும், ஒரு ஷார்ட்டில் ஹார்ஸை பின்னாடி கை வச்சு ரன்னிங்கில் வந்து பின்னாடி கை வச்சு உட்காந்து செஞ்சு காமிச்சோம். அதையும் பண்ணிடாப்புல. ஸோ கம்போஸ் பண்ணிவிட்டு நாங்கள் கொஞ்சம் பசங்கள்கிட்ட சொல்லுவோம், இது கிராஃப் சொல்லி கொடுத்ததா, அதுக்குள்ள நான் விஷயம் பார்த்துட்டு வந்து போவேன். போயிட்டு 2 நிமிஷத்தில் வந்துடுவாங்க, அதை பண்ணிட்டாருண்ணே அப்படின்வாங்க. என்னடா அதுக்குள்ளே பண்ணி முடிச்சிட்டாங்கன்னா அவ்வளோ ஸ்பீடு, அவ்வளோ சீக்கிரமாக கேப்சர் பண்ணுறது. ஸோ ஃபாலிங்ஸில் கேபிள் ஒர்க் ஆகட்டும் எல்லாமே வந்து அவ்வளோ ஈஸியாக பண்ணக்கூடிய ஆள். நிறைய ஷார்ட்ஸ் அதில் பண்ணியிருந்தோம். எதுலேயுமே வந்து மிஸ் ஆகாமல் தயங்காமல் இன்னும் பண்ண முடியும், எஃபெக்ட் போட முடிஞ்சு பண்ணக்கூடிய ஆள். ஸோ A to Z எந்த ஷார்ட்டாக இருந்தாலும் அவருக்கு ஈஸி. ஸோ டோஸ் நேற்று தான் பார்த்தேன், நேற்று தான் பேசினேன் டேரக்டர்கிட்ட. ஸோ நேற்று தான் அவரெல்லாம் கேட்டு ஓகே பண்ணிக்கலாம், இதை செய்யலாம் அதை செய்யலாம், கொஞ்சம் டிஸ்கஷன்லாம் முடிஞ்சுது. ஆஃப்டர் இன்றைக்கி சாத்தா பச்சா ஷூட் முடிச்சுட்டு சரி வாங்க பார்க்கலான்னாங்க. சார் அப்படியே கிளம்பி வந்துட்டேன். இவ்வளோ பேர் இருப்பீங்க எனக்கு தெரியல, இதுதான் ஃபஸ்ட் டைம். ஸோ டோஸ் எல்லாருக்கும் ஒரு டோஸாக இருக்கும். தேங்க்யூ ஆல். താങ്ക് യു കലി മാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. അപ്പം എല്ലാവരും സിജു വിൽസണിലേക്കാണ് കണ്ണുകൾ ഇങ്ങനെ വളരെ വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം ഇപ്പം വിനയൻ സാറ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപാട് ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് അവരുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾ നടത്താറുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ് ആ ഒരു സിനിമയിൽ ഞങ്ങൾ അദ്ദേഹത്തിലൂടെ കണ്ടത്. അപ്പോൾ ഈ ചിത്രത്തിലും അതുപോലെ തന്നെ ഒരു വലിയ മാറ്റം ഞങ്ങൾക്ക് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊന്ന് സംഭവിക്കട്ടെ എന്ന് കൂടെ താല്പര്യപ്പെടുകയാണ്. ആൻഡ് ഇന്നത്തെ ദിവസം, ഇന്നല്ല ശരിക്കും നാളെ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന ഒരു ഡയറക്ടറിന് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം മലയാള സിനിമയിൽ വിശേഷം എന്ന് പറയുന്നൊരു ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നല്ല ഒരു കോൺസെപ്റ്റ് അല്ലേ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് നല്ല ഒരു കണ്ടന്റ് മലയാള സിനിമയ്ക്ക് നൽകിയൊരു ചിത്രമായിരുന്നു വിശേഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പം നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് 1 വർഷം തികയുകയാണ് എന്നുള്ളത് ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പം ആ സന്തോഷത്തിൽ ആ ഒരു വിശേഷം ഞങ്ങളുടെ കൂടെ പങ്കുവെക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് സൂരജ് ടോക്സ്. നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ നിൽക്കുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. ഡോസ് എന്ന ഈ സിനിമയുമായിട്ട് എന്നെ ഏറ്റവും അധികം ചേർന്ന് നിർത്തുന്നത് എൻ്റെ വിശേഷത്തിലൂടെ മലയാളത്തിലേക്ക് എത്തിയ 3 പ്രൊഡക്ഷൻ ബാനറാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് ഇവർ എന്നുള്ളതാണ്. കാരണം ഞാൻ വിശേഷത്തിൽ അത് മനസ്സിലാക്കിയതാണ്. വിശേഷം എന്ന സിനിമയുടെ ഐഡിയയുമായിട്ട് ഞാൻ നടക്കുന്ന സമയത്ത്, വിശേഷം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ഫസ്റ്റ് തുടക്കത്തിൽ. പക്ഷേ അതിന് സ്ട്രഗിൾ വന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്നപ്പോൾ എന്നെ മനസ്സിലാക്കി, സിനിമയെ മനസ്സിലാക്കി, സിനിമയുടെ കഥ മാത്രം കേട്ടുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച ആളുകളാണ് ഈ 3 പ്രൊഡക്ഷൻ ബാനറിന്റെ ഉടമകൾ. അത് ഷാൻഡോ നേതൃത്വം നൽകുന്ന സിനിമാറ്റിക് പിക്ചേഴ്സും അങ്കിത് ത്രിവേദി നേതൃത്വം നൽകുന്ന വണ്ടർ വുഡ്സ് പിക്ചേഴ്സും പിന്നെ നമ്മുടെ കുര്യൻ ചേട്ടന്റെ നേതൃത്വത്തിൽ അവരൊരു 7 പേര് ചേർന്ന് മസ്കറ്റ് മൂവി മേക്കേഴ്സ്. ഇവര് ഭയങ്കര പവർഫുൾ ഗ്രൂപ്പാണ്. സിനിമയോട് ഒരുപാട് സ്നേഹമുള്ളവരാണ്. ഈ സമയത്ത് നാളെ ഞങ്ങളുടെ സിനിമ റിലീസായിട്ട് 1 വർഷം പൂർത്തിയായതിന്റെ സന്തോഷമുണ്ട്. അതിനുള്ളിൽ ഈ ഒരു ഡെവലപ്മെന്റ്, കാരണം ഷാൻഡോയും അങ്കിതും ഒരു ഹിന്ദി സിനിമ കംപ്ലീറ്റ് ചെയ്തു.
തമാശ തൊലി എന്ന് പറഞ്ഞൊരു പടം കംപ്ലീറ്റ് ചെയ്തു. ഇവരുടെ ഇത് 3ാമത്തെ പ്രൊഡക്ഷനാണ്. ഒരുപാട് സന്തോഷം. അഭിലാഷിന് എല്ലാ വിജയങ്ങളും നേരുന്നു. ഡോസ് ഒരു വലിയ വിജയമാവട്ടെ. ഒപ്പം തന്നെ ഈ 3 പ്രൊഡക്ഷൻ ഹൗസുകളും നിറയെ സിനിമകളുമായിട്ട്, നല്ല സിനിമകളുമായിട്ട് ഒരുപാട് ഡയറക്ടേഴ്സിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് മലയാളത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അവർക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സൂരജ് ടോം. അടുത്തതായി വേദിയിലേക്ക് നമ്മളുടെ യുവതാരങ്ങളിൽ തന്നെ ശ്രദ്ധേയനായ ഒരു വൈബ്രന്റ് ആക്ടറിനെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. 1000 Babies എന്ന വെബ് സീരീസിലൂടെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കൃത്യമായ ഒരു സ്ഥാനം കൊണ്ടുവന്ന ഒരു നടനാണ് അദ്ദേഹം. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി സഞ്ജു ശിവറാമിനെ ക്ഷണിക്കുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ്. നമസ്കാരം. ഒരുപാട് സന്തോഷം. സിജു വളരെ അടുത്ത സുഹൃത്താണ്. ഒരുപാട് നാളായിട്ടുള്ള സൗഹൃദമാണ്. ഞങ്ങളൊരു 2014 മുതലുള്ള ഒരു അടുപ്പമുണ്ട്. സിജു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് എന്നും കൂടെ കൂട്ടാവുന്ന ഒരു സുഹൃത്താണ്. അപ്പം 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ ഒരുപാട് അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പലതവണ സിജുവിനെ കാണുമ്പോഴും സിജു അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടും എനിക്കിപ്പോഴും ഓർമ്മ. ഞാൻ എവിടെയോ ഒരു പാക്കുവേൽ ജിമ്മിനടുത്ത് പോയ സമയത്ത് വളരെ കഠിനമായിട്ടുള്ള വർക്കൗട്ടിൽ അദ്ദേഹം ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ വലിയ പുറത്ത് വിടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സോ അതിൽ നിന്ന് ഒരുപാട് ഇപ്പം നേരത്തെ വിനയൻ സാറ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ റോണി പറഞ്ഞ പോലെ സക്സസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടിയാലും സിനിമ എന്ന് പറയുന്ന ഒരു മാരത്തോണാണ്. അതിന് ഓടിക്കൊണ്ടേയിരിക്കണം. അത് എപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സമയം വരുന്നത് നമുക്കറിയില്ല. പക്ഷെ അതുവരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ഒരു 50ാമത്തെ സിനിമയായിരിക്കും വഴിത്തിരിവാകുന്നത്. പക്ഷെ 49 പടം ചെയ്താലേ 50ാമത്തെ പടം സംഭവിക്കുള്ളൂ. അപ്പം അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം സിജുവിന് 50 ആയില്ലല്ലോ അല്ലേ? അതിന് മുമ്പേ ആവട്ടെ ആ ഒരു സമയം എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഗോപി ഇവിടെ ഉണ്ട്. ഗോപി മലയാളത്തിൽ ഒരുപാട് സജീവമാവുന്നതിൽ ഒരുപാട് സന്തോഷമുള്ള ആളാണ്. കാരണം 2014 1983 ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് അത്രയും ഒരു സോള് കൊടുത്ത ഒരാളാണ്. അതിൻ്റെ മാത്രമല്ല സിനിമയുടെ ഒരു കറക്റ്റ് ജഡ്ജ്മെന്റ് ഉള്ള ഒരു മനുഷ്യനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗോപി. ആൻഡ് അന്ന് ഗോപിക്ക് ഇതിലും പ്രായം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ടുണ്ട്. ആൻഡ് വിനയൻ സാറിന്റെ ഒരു അനുഗ്രഹം ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നതിൽ സന്തോഷം. ഞാൻ സിനിമയിൽ വന്നിട്ട് എൻ്റെ ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും ആദ്യമായിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ച ഒരു സംവിധായകനാണ് വിനയൻ സാർ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാനത് വിനയൻ സാറാണെന്ന് വിശ്വസിച്ചില്ല. എൻ്റെ കൂട്ടുകാരോട് എന്നെ പറ്റിക്കാണെന്ന് വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് കളിയാക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ലാൻഡ് ലൈൻ നമ്പർ 0484 കണ്ടപ്പോൾ ഞാൻ തിരിച്ച് പെട്ടെന്ന് വിളിച്ച് ഞാൻ മാപ്പി വെച്ചു. ഞാൻ ഒരുപാട് സന്തോഷം സാറിവിടെ ഉള്ളത്. ഞാൻ റോണി വളരെ അടുത്ത സുഹൃത്താണ്. റോണി ധ്യാൻ്റെ ഒപ്പം കൂടി കുറച്ച് തമാശകളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാനിവിടെ കുറച്ച് മനസ്സിലായി. പക്ഷെ എന്നിരുന്നാലും ഏതൊരു അപകടവും തരണം ചെയ്യാൻ കെൽപ്പുള്ള ആളാണെന്ന് നമ്മുടെ മാസ്റ്റർ വരെ പറഞ്ഞു സിജു. അപ്പോൾ ഏത് അപകടവും സിജുവിനൊരു വിഷയമല്ല, പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതാണ് പറഞ്ഞത് സിജു. അതൊക്കെ സോ വെരി ഹാപ്പി ടു ബി ഹിയർ. അഭിലാഷ്, ഓൾ ദി ബെസ്റ്റ്. ആൻഡ് എ സിനിമാറ്റിക് നിങ്ങളുടെ 3rd വെഞ്ചർ വലിയൊരു സക്സസ് ആവട്ടെ. ഗംഭീര ഒരു സിനിമയാവട്ടെ ഡോസ്. താങ്ക് യു ഓൾ ആക്ടേഴ്സ് ആൻഡ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇത് ശരിക്കും ഞാനോട്ടും പ്രതീക്ഷിച്ചല്ല ഈ ഒരു പടത്തിൻ്റെ ഭാഗമാകാനായിട്ട് അഭിലാഷ് എല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം സിജു ഞങ്ങൾ നേരത്തെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിനയൻ സാറിൻ്റെ മകൻ്റെ പടം അതിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. റോണിച്ചിട്ട് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫിലിം വൻ വിജയമായി മാറട്ടെ. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു ഋഷി. ആൻഡ് നൗ ഐ റിക്വസ്റ്റ് അനൂപ് കൃഷ്ണൻ ഓൺ സ്റ്റേജ്. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരെ വിളിക്കുമ്പോഴും ഓരോരുത്തരും ഞെട്ടുവാട്ടോ, ഞാനോ എന്നെയോ എന്നുള്ള രീതിയിൽ സനുവേണ്ണ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുന്നു. താങ്ക് യു സിജപ്പ. സപ്പോസ് ടു ബി സിജു നായകനായിട്ടുള്ള വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് മലയാള സിനിമയുടെ മുമ്പിൽ ഡോസ് എന്നൊരു സിനിമയുടെ ഫംഗ്ഷനിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിക്കുന്നു. വിനയൻ സാറിനെ പോലെയും
ഗോപിച്ചേട്ടനെ പോലെയും റോണി ചേട്ടൻ, ബോബൻ സർ, സഞ്ജു, സുഹൃത്തുക്കൾ എല്ലാവരുമായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള എന്താ പറയുക, നമ്മൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന സിജുവിന്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും, അതൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലുള്ള ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്. വരുന്ന വർഷങ്ങൾ ഏറ്റവും നല്ല ഒരുപാട് സിനിമകൾ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തന്നെ നല്ലൊരു യാത്രയിലാണ് സിജു വിൽസൺ എന്ന് പറയുന്ന ഒരു നടൻ എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം വിനയൻ സാറ് തന്നെ ഈ വേദിയിൽ വെച്ചിട്ട് പറഞ്ഞു, വലിയൊരു സിനിമ തന്നെ സാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ ഒരുപാട് വലിയ വലിയ നടന്മാരെ സമ്മാനിച്ച ഒരു സംവിധായകൻ അങ്ങനെ ഒരു വാക്ക് മലയാള സിനിമയ്ക്ക് നൽകുമ്പോൾ നമ്മളെ പോലെയുള്ള പ്രേക്ഷകർക്ക്, ആസ്പയറിംഗ് ബഡിങ് ആക്ടേഴ്സിന്, ടെക്നീഷ്യൻസിന് എല്ലാവർക്കും വലിയൊരു വാക്ക് തന്നെയാണ്. സിജുവിന് ഡോസ് എന്ന സിനിമയ്ക്ക്, ഈ സിനിമയുടെ പുറകിലൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് കരങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സിനിമ തന്നെ ലഭിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. അടിപൊളിയാണ്. യെസ്, എനിക്ക് തോന്നുന്നു സിജുചേട്ടൻ്റെ കൂടത്തെ ഫെസ്റ്റിവൽ അല്ലേ, എനിക്ക് തോന്നുന്നു അല്ല അങ്ങനെയല്ല, ഹാപ്പി വെഡിങ് അല്ലേ, അതിലേക്കാണ് വന്നത് അല്ലാതെ പെട്ടെന്ന്. അപ്പം അതിൽ നിന്ന് തുടങ്ങിയൊരു സൗഹൃദവും നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. എൻ്റെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനായിട്ടുള്ളത്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആദ്യം തന്നെ അഭിലാഷ് ചേട്ടൻ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് യു. എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഇത് വലിയൊരു സക്സസ് ആവട്ടെ. എനിക്കിവിടെ സിജു ചേട്ടൻ അറിയാം, പിന്നെ റോണി ചേട്ടൻ അറിയാം, ബാക്കി എല്ലാവരും ഞാൻ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും എനിക്കറിയാം, അവർക്കാർക്കും എന്നെ അറിയില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ബാക്കി പെട്ടെന്ന് തീർന്നു പോയി, കുഴപ്പമില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ആൻഡ് കൃഷ ഒറ്റ സിനിമ മതി, റോന്ത്, വേറെ അധികം ഒന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ധനുഷ് ചിത്രം കുബീരൻ അല്ലെ, ഹിന്ദി, തമിഴ്, മലയാളം, അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ട് പരിചിതയായിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഇപ്പോൾ ഡോസിലേക്ക് എങ്ങനെയാണ്, ഒരു ഡോസോട് കൂടെയുള്ള കഥാപാത്രമാണോ, എങ്ങനെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? ഗുഡ് ഈവനിങ് എല്ലാവർക്കും. താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് എല്ലാവരും ഇവിടെ വരുന്നതിന്, ഡോസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് ടു ഓൾ ദി ഗെസ്റ്റ്സ് ഔട്ട് ഹിയർ. ഇതെൻ്റെ മൂന്നാമത്തെ പടമാണ്. B32 മുതൽ 44 ആദ്യത്തെ പടം, അത് കഴിഞ്ഞിട്ട് റോന്ത്, ഇപ്പം ഡോസ്. 5 ദിവസം മുമ്പെയാണ് അഭിലാഷ് ഏട്ടനെ കാണുന്നത്. ഈ പടം എനിക്ക് കിട്ടിയത് സതീഷ് ഏട്ടനാണ് വിളിച്ച് പറഞ്ഞത്. ആൻഡ് അതിൻ്റെ അകം സ്ക്രിപ്റ്റ് കേട്ടു, ഇഷ്ടപ്പെട്ടു. ഇവിടെ നിൽക്കാനുള്ള opportunity കിട്ടി. So I'm really grateful. Thank you. I'm excited to work with Siju and also. So thank you. Thanks a lot. എല്ലാവരോടും 5 ദിവസം മുന്നെയാണ് കേട്ടോ സിനിമയുടെ, ഗോപിച്ചേട്ടനെ 5 ദിവസം മുന്നെയാണ് അഭിലാഷ് ചേട്ടൻ പറഞ്ഞത്. സോ നൗ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് കൺക്ലൂഷനിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അപ്പോൾ 2 നായികമാരും ഇവിടെ തന്നെ നിൽക്കാം. നൗ ലെറ്റ് മീ വെൽക്കം. ശ്രീചേട്ടൻ ഇല്ലാതെ ഇനി എന്ത് ആഘോഷമാണ്, ഞങ്ങൾക്ക് വേണ്ടത് ശ്രീചേട്ടനെയാണ്. എല്ലാവരും ശ്രീചേട്ടനെ കുറിച്ചും ശ്രീചേട്ടൻ്റെ ആ ഒരു മാറ്റത്തെക്കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞൊരു കൈയടിയോടുകൂടെ തന്നെ നമുക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സിജു വിൽസൺ. സോ ചേട്ടാ നമസ്കാരം, സന്തോഷല്ലേ? അപ്പം ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഡോസിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനുള്ളത്? ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു എല്ലാവരും. അതെ, എല്ലാവരും ഇതിലെ കാസ്റ്റിംഗ് വരെ വളരെ ഷോർട്ട് നോട്ടീസ്, അങ്ങനത്തെ പരിപാടിയായിരുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻഡോയ്ക്ക് 21 തിരിച്ച് മസ്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടൈറ്റിൽ ലോഞ്ചും പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരും അറിയിച്ചിട്ടും എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് താങ്ക് യു. എന്നെ ഈ സിനിമയിൽ 5 ദിവസം മുമ്പല്ല കേട്ടോ കാസ്റ്റ് ചെയ്തത്. എനിക്കിവിടെ 2018 അല്ലേ, 2018 എൻ്റെ അടുത്ത് അഭിലാഷ് വന്നൊരു സ്റ്റോറി പറയുന്നത്. ഈ സിനിമയുടെ സ്റ്റോറി അല്ല, വേറൊരു സിനിമയായിരുന്നു. ഇച്ചിരി കൂടി ബഡ്ജറ്റ് വൈസ് ഇച്ചിരി കൂടിയ സിനിമയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമായിരിക്കും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ 2018 ഒരു നല്ല ഉഗ്രൻ സ്ക്രീൻ പ്ലേ ആയിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് അഭിലാഷ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു സിനിമ ഇറങ്ങിയും ഏകദേശം ആ സിനിമയോട് സാമ്യമൊക്കെ ഉള്ളൊരു
കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ മാറിയതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോവിഡിൻ്റെ ടൈമിലാണ് എൻ്റെ അടുത്ത് ഡോസിൻ്റെ കഥ വന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. പക്ഷെ നമുക്കറിയാലോ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് എന്താ പറയുക ഫേസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടി ഈ പറയുന്ന ജിതേഷ് നമ്മുടെ അനിയനാണ്, അവനും ഇതുപോലെ എൻ്റെ അടുത്തൊരു സ്റ്റോറി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ ബഡ്ജറ്റ് കൂടിയത് 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് ഇതൊക്കെ വന്ന് പറയുന്നത്. ഇതൊക്കെ ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് വന്ന് പ്രൊഡ്യൂസറിനെ അഭിലാഷിന് കൈമാറുകയും അങ്ങനെയാണ് ഈ സിനിമ ഓണാവുന്നത്. ഒരുപാട് താങ്ക് യു ജിതേഷ്. അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം ഞാൻ പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് പേര് ഈ പറയുന്ന വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പേരും. കാരണം ഇപ്പോൾ എന്താ പറയുക എല്ലാവർക്കും നമ്മൾ ആദ്യമേ മേളിലെത്തണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ എന്താ പറയുക സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി. റോണി ചേട്ടൻ, സഞ്ജു, അനൂപ്, അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് കിട്ടി. അപ്പൊ സൗഹൃദമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള സൗഹൃദവും ഒരുപാട് പേരുണ്ട്. അപ്പൊ താങ്ക് യു എവരി വൺ ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് നിന്നതിന് ഒരുപാട് താങ്ക് യു. വിനയൻ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് എപ്പോൾ സ്റ്റേജിൽ കയറി എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നോക്കും. കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത്, അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എൻ്റെ കരിയറിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയൊരു സിനിമയാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ പകർന്ന സിനിമയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും താങ്ക് യു സാർ എന്നെ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തതിൽ. ഞങ്ങളിപ്പോൾ വലിയൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഉടനെ തന്നെ ഉണ്ടാവും. ഞാനും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യത്തിലാണ്. താങ്ക് യു സാർ ഇന്നിവിടെ വന്ന് ഈ ഒരു വേദി ഇത്രത്തോളം മനോഹരമാക്കിയാൽ ഒരുപാട് താങ്ക് യു. പിന്നെ കലൈ 19-ാം നൂറ്റാണ്ടിൽ എന്താ പറയുക ഞാൻ എല്ലാം പെട്ടെന്ന് പഠിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരൊരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം കലയാൻ ബാലാജി ഇടത്തും വലത്തും നിന്ന് എന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല, ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ്. പക്ഷെ ഈ ഫൈറ്റ് ചെയ്യുന്ന പരിപാടിക്ക് കുറച്ച് ചെറിയ ടെക്നിക്കുകളും ചെറിയ നാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. വെറുതെ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ടെക്നിക്കാലിറ്റീസും ചെറിയ നാക്കുകളൊക്കെ ഇവരാണ് എനിക്ക് പകർന്നത്. അപ്പോൾ ആ ഒരു സിനിമ എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് കലൈ. പിന്നെ സുപ്രീം മാസ്റ്ററില്ല എന്നോട് കലൈ ഇപ്പോൾ ഗംഭീര മാസ്റ്ററായി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ ജോയിനിങ് ഈ ഒരു സിനിമയുടെ ഭാഗമാകാനായിട്ട്. അപ്പോൾ എനിക്ക് സംശയമായിരുന്നു, ഞാൻ അഭിലാഷത്ത് കലൈ ചെയ്യൂ, ഇങ്ങനെ നമ്മുടെ ഒരു സിനിമയിൽ കലയൊക്കെ ഒന്ന് ചെയ്യുമോ, കല ഇപ്പം മാർക്കൊക്കെ ചെയ്ത് വലിയ പടങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ ഫോർ ജോയിനിങ്. എൻ്റെ കോപിച്ചേട്ടാ നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹ്യൂജ് ഫാനാണ്. ഒരുപാട് എന്താ പറയുക പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതാണ്. അപ്പോൾ ഈ സിനിമയിലൂടെയും എന്താ പറയുക എൻ്റെ സിനിമയിലും ചേട്ടൻ്റെ പാട്ടുണ്ടാവില്ല. ഒരുപാട് താങ്ക് യു. പിന്നെ റോണി ബ്രോ താങ്ക് യു. ഞങ്ങളിപ്പോൾ ഡിറ്റക്റ്റീവ് വെച്ച് എന്താ പറയുക ചെയ്ത് കഴിഞ്ഞ് വന്നുള്ളൂ. തന്ത്രങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ചേട്ടൻ പഠിച്ചു എന്നുള്ളൂ. എനിക്കിപ്പോഴും തന്ത്രങ്ങൾ അറിയില്ല. അപ്പോൾ എന്താ പറയുക എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ തന്ത്രമൊന്നുമില്ല, എൻ്റെ ആത്മാർത്ഥതയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് എൻ്റെ തന്ത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും താങ്ക് യു ബോജേട്ട, അതുപോലെ തന്നെ സഞ്ജു താങ്ക് യു. ഞങ്ങൾ 2014 ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന സിനിമ തൊട്ട് ഉള്ള സൗഹൃദമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഒരുപാട് പരിചയമുള്ള മുഖങ്ങളുണ്ട്. അശ്വിൻ ഹായ്, നമ്മൾ അടുത്ത സിനിമയിൽ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ദൃശ്യ ഹാപ്പി വെഡിങ്ങിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. 9 വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇവരെയൊക്കെ ചുമ്മാ
പരിചയമുള്ളത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല സിനിമയിലേക്ക് സെലക്ട് ചെയ്തത്. പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് 5 ദിവസം മുമ്പേ സെലക്ട് ചെയ്തോണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഉഗ്രൻ സിനിമയായിരിക്കും ഡോസ് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ കൃഷ, താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മൂവി. റൗണ്ടിൽ ഉഗ്രൻ പ്രകടനമായിരുന്നു. അപ്പോൾ താങ്ക് യു, ഇതിലും ഉഗ്രൻ പ്രകടനമായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല പെർഫോമേഴ്സിനെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഉഗ്രൻ സിനിമയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഇത്രയും പറഞ്ഞ പോലെ സാധാരണ എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇത്രയൊന്നും സംസാരിക്കാൻ പറ്റാറില്ല. പക്ഷെ ഇന്നെന്തോ സംസാരിക്കണമെന്ന് തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, ഒരു ശുഭസായം നേരുന്നു. അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് താങ്ക് യു. നിങ്ങളാണ് ഈ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത്, തീർച്ചയായിട്ടും എത്തിക്കുക. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തേക്കുന്ന പുതുമുഖ സംവിധായകരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. ഞാൻ വിനയൻ സാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ജീത്തുവിൻ്റെ കൂടെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്തേക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഈസ് വെരി ഡിഫറെൻറ്റ്. എന്താ പറയുക, ഭയങ്കര ജീവിതത്തിൽ ഒരു എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സിനിമ പഠിക്കാനായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും പോയാൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് എനിക്ക് ഈ ഒരു കോൺഫിഡൻസിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ സിനിമ തന്നെയാണ് ആ കോൺഫിഡൻസ്. ആ സിനിമയെ എല്ലാവരും നെഞ്ചിലേറ്റിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. താങ്ക് യു എവരി വൺ. അതുപോലെ തന്നെ അഭിലാഷ്, നമുക്ക് പൊളിക്കാം. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, താങ്ക് യു. സാധാരണ എല്ലാവരും സിജു വിൽസൺ കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ആലോചിക്കും, സാറ്റലൈറ്റ് വാല്യൂ, മറ്റേ വാല്യൂ, OTT റൈറ്റ്സ്, മറ്റേത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇവർ സബ്ജക്റ്റ് കേട്ടിട്ട് സബ്ജക്റ്റ് നോക്കിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്. ഒരുപാട് നന്ദി. അതുപോലെ തന്നെ അവരൊരു ഫസ്റ്റ് സിനിമാറ്റിക് പിക്ചേഴ്സിൻ്റെ ഒരു ലോഞ്ചും കൂടിയായിരുന്നു. കൺഗ്രാജുലേഷൻസ്. അതുപോലെ തന്നെ വണ്ടർ മൂഡ്സ് പ്രൊഡക്ഷൻ, അതുപോലെ മസ്കറ്റ് മൂവി മേക്കേഴ്സ്, വിൽസൺ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട്. എൻ്റെ പ്രൊഡക്ഷൻ ബാനറാണ്, ഞാനും ചെറിയ ഭാഗമാണ്. ഞാനും റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ സിനിമ നെറ്റ്വർക്ക്, ഇവരെല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ്. പിന്നെന്താ പറയുക, ഈ സിനിമ ഏറ്റവും വൃത്തിയായി ഭംഗിയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. കാരണം ഇതിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ടെക്നിക്കൽ ടീംസ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും. ഒരു ഉഗ്രൻ സിനിമയായിരിക്കും. കാരണം അഭിലാഷ് ത്രില്ലേഴ്സിന്റെ ആളാണ്. നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഡോസ് അല്ലാതെ ഡബിൾ ഡോസ് ആയിരിക്കും. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യമായിട്ടായിരിക്കും സ്റ്റേജിൽ വന്നിട്ട് ഇത്രയും സംസാരിക്കുക. ഒരു പക്ഷേ ഗുരുതുല്യനായിട്ടുള്ള വിനയൻ സാറിൻ്റെ ഒരു മോട്ടിവേഷനാണ് അദ്ദേഹത്തിന്. ഇത്രയും നല്ല വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചൊരു അഭിനേതാവ് എന്ന നിലയിൽ ഇത്രയെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അല്ലേ എങ്ങനെയാണത് കംപ്ലീറ്റ് ആവുക. അത് മാത്രമല്ല, ശ്രീചേട്ടൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു ഈ സിനിമയിലെ അഭിനേതാവ് എന്ന രീതിയിലല്ല ശ്രീചേട്ടൻ ഇവിടെ സംസാരിച്ചത് അല്ലേ. എല്ലാവരെയും വന്നിട്ടുള്ളവരും നമ്മുടെ സിനിമയോട് ചേർന്ന് നിൽക്കുന്നവരും തുടങ്ങി എല്ലാവരെയും എടുത്തെടുത്ത് പറഞ്ഞ് അവരോടുള്ള ഒരു സ്നേഹവും നന്ദിയുമാണ് ശ്രീചേട്ടൻ ഇവിടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത്. അത് എനിക്ക് മാത്രമാണോ തോന്നിയത്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയെങ്കിൽ അദ്ദേഹത്തിനൊരു നല്ലൊരു കൈയടി കൊടുക്കാം. എൻ്റെ ഒരു വലിയ വിജയമായി തീരട്ടെ. പിന്നെ എത്ര സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയൊക്കെ വന്നാലും കഴിവുള്ളവനെ ലോകം അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്, അതിനൊരു തെളിവ് കൂടെയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തട്ടെ. ഞാൻ വിചാരിച്ചു ക്ഷയിക്കേണ്ട അല്ല, ഞാൻ സെൽഫിഷ് എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലുള്ളവരെ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാവരും സെൽഫിഷാണ്, എല്ലാവരും അവരവരുടെ കാര്യം എന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ ആ സെൽഫിഷ്നെസ് അധികം കാര്യമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ കഴിഞ്ഞ കുറെ ദുരന്തങ്ങൾ അനുഭവിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണോ, അതിലൊന്നും കാര്യമില്ല. അത്രയും സെൽഫിഷായിട്ട് വന്നിട്ട് മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സൂരജിന് ഞാൻ വിട്ടുപോയിട്ട്, സൂരജ് ടോ, താങ്ക് യു. അദ്ദേഹമാണ് ഈ പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ അല്ലേ, നിങ്ങളുടെ ആദ്യത്തെ സംരംഭത്തിന് തുടക്കമിട്ടത്. അത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ സക്സസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു മനോധൈര്യമാണ് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ സൂരജ്, അതിൽ നിങ്ങൾ വിജയിച്ചു. താങ്ക് യു. നിങ്ങളത് വിജയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. ജഗദീഷന് ഞങ്ങളിപ്പോൾ ഡിറ്റക്റ്റീവ് വിജിലൻറ്റിൽ ഒരുമിച്ച് സ്ക്രീൻ ടൈം ഒരുമിച്ച് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും സക്സസ്ഫുൾ ആയ ഒരു സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ ജഗദീഷനും
ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാൻ പാടില്ല, ചിലപ്പോൾ ജഗദീഷ് ചേട്ടൻ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ സിനിമയും സക്സസ് ആകുമെന്ന പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ അശ്വിനെ കുറിച്ച് പറയണോ, ഗംഭീര പെർഫോമറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജേക്കബിന്റെ സ്വർഗരാജ് എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും ഉഗ്രനായിട്ട് പെർഫോം ചെയ്തൊരു പെർഫോമറാണ്. അപ്പോൾ ഈ സിനിമ പെർഫോമേഴ്സിന്റെ ഒരു സിനിമയാണ്. ഇതിൽ ഇപ്പോൾ സിജു വിൽസൺ എന്ന് പറയുന്ന സ്റ്റാർ അങ്ങനെയൊന്നുമല്ല, ഞാൻ എന്നെ സ്റ്റാറായിട്ടൊന്ന് കാണാനൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു പെർഫോമർ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഉഗ്രം പെർഫോമൻസ് ഒക്കെ ഉള്ള നല്ലൊരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അശ്വിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വിനും ഞാനും കൂടി ഇതുപോലെ തന്നെ വേറൊരു സിനിമയിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ആ സിനിമയിൽ നടന്നില്ല, പക്ഷേ ഈ സിനിമയിലാണ് ഒരു ഭാഗ്യം ലഭിച്ചത്. ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചല്ലോ അശ്വിൻ അല്ലേ. അപ്പോൾ എന്തായാലും ഒരു ഉഗ്രൻ സിനിമയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തന്നായിരിക്കും. ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. താങ്ക് യു വെരി മച്ച്. ഇപ്പം ശ്രീചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ജഗദീഷ് ചേട്ടനും അശ്വിൻ കുമാർ അവർക്ക് രണ്ടുപേർക്കും എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്കുള്ള എല്ലാ വിജയങ്ങളും ആശംസകളായിട്ട് തന്നെ അവർ രണ്ടുപേരും ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു വലിയ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പാക്ക് ഓഫ് പെർഫോമേഴ്സിന്റെ ഒരു സിനിമയാണ് അല്ലെ ഡോസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഡബിൾ ഡോസിന് മുകളിലേക്ക് പോട്ടെ എന്നുകൂടെ കുറച്ച് ഡോസ് കൂടിയ രീതിയിൽ വിഷയമാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വൺസ് അഗൈൻ നല്ലൊരു കൈയ്യടി സമ്മാനിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് ഹിയർ. ഈ ഒരു സിനിമ വലിയ വിജയമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു ചിത്രത്തിന്റെ എല്ലാ ചടങ്ങുകളും നമ്മളിവിടെ പര്യവസാനിപ്പിക്കുകയാണ്.